കാലത്തിനും ചരിത്രത്തിനും സാക്ഷിയായ വേലിക്കകത്ത് വീട്ടിലാണിപ്പോൾ നമ്മളുള്ളത്. ഇന്നലെ ഒരു പൂഴിമണൽ താഴെ വീണാൽ അറിയാൻ കഴിയാത്തത്ര ജനത്തിരക്കുണ്ടായിരുന്ന സ്ഥലമാണ്. അത്രത്തോളം ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒഴുകിയെത്തിയ വീടാണ് VS-നെ അവസാനമായി ഒരു നോക്കു കാണാൻ. ഇപ്പോഴിതാ വിജനമാണ്, നിശ്ചലമാണ്, ആരുമില്ല. ഇന്നലെ പല നാടിൻ്റെ നാനാദിക്കുകളിൽ നിന്നെത്തിയ ആളുകളെല്ലാം ഇവിടേക്കാണ് അത് ഒഴുകിയെത്തിയത്. ഇന്നലെ VS അന്ത്യനിദ്ര കൊണ്ട വീടിന് മുന്നിൽ അവസാനമായി കിടന്ന സ്ഥലങ്ങളെല്ലാം ഇതാ അവിടെയുണ്ട്. ഇന്നലെ ഇവിടേക്ക് ആളുകൾ എങ്ങനെ ഒഴുകിയെത്തിയെന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. എത്രത്തോളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ വികാരം എന്തായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതാണ്. VS-നെ സംബന്ധിച്ച്, ആലപ്പുഴയെ സംബന്ധിച്ച്, ഒരുപക്ഷെ കേരളത്തിനെ സംബന്ധിച്ച് പോലും ഈ വേലിക്കകത്ത് വീട് എന്ന് പറയുന്നത് അത്രത്തോളം ഏറ്റവും അടുപ്പമുള്ളതാണ്. VS-ൻ്റെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ, രാഷ്ട്രീയ ചർച്ചകൾ, രാഷ്ട്രീയ നിലപാടുകളെല്ലാം തന്നെ പരുവപ്പെട്ടു വന്ന ഒരു ഇടം എന്ന് തന്നെ ഈ വേലിക്കകത്ത് വീടിനെ നമുക്ക് പറയാം. VS-ന് ഈ വീടിനോട് ചേർന്നുള്ളൊരു ഓഫീസുണ്ട്. ആ ഓഫീസിന് മുന്നിലൊക്കെ അദ്ദേഹം എത്രയോ തവണ മാധ്യമങ്ങളെ കണ്ടതാണ്. എത്ര പാവങ്ങളെ സേവിച്ചതാണ്, എത്ര ആളുകൾക്ക് അഭയമായതാണ് ഈ ഇടം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതാണ്. അത് ഇവിടെയൊക്കെ ഒരുപക്ഷെ എന്നല്ല, VS ഉണ്ടായിരുന്ന കാലങ്ങളിൽ ഈ വരാന്തകളിലൊക്കെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇങ്ങനെ നേരത്തെ പല കാര്യങ്ങൾക്ക് വേണ്ടി VS-നെ കാണാൻ എത്തിയതാണ്. ആ മണ്ണിൽ ഇന്നലെ VS അവസാനമായി എത്തി നിദ്രയേറ്റ് നിശ്ചലനായി കിടന്നു. ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി. അവിടെ നിന്ന് VS ഒരു ഓർമ്മയായി മാറുമ്പോൾ ഒരുപക്ഷെ ഈ വേലിക്കകത്ത് വീട് ഇന്ന് നിശബ്ദമാണ്. SKN